നമസ്കാരം. ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമെന്ന കുപ്രസിദ്ധിയുണ്ട് യമന്. വധശിക്ഷ യമനിൽ നിയമപരമാണ്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കാൻ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടതോടുകൂടി യമനും അവിടുത്തെ വധശിക്ഷാ രീതികളുമെല്ലാം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. നിയമപരമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായതോടെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉറപ്പായി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബാംഗങ്ങൾ നഷ്ടപരിഹാരം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്ന നേരിയ സാധ്യത മാത്രമാണ് ഇനി നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ളത്. എന്നാൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയതോടുകൂടി ഇതിനുള്ള സാധ്യത എത്രത്തോളം എന്ന് കണ്ടറിയണം. ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ച് കൊല്ലുകയാണ്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനൊപ്പം തന്നെ കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുള്ള വ്യഭിചാരം, മതനിന്ദ, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കടത്ത്, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. ഈ സമയം കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകിക്കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. വധശിക്ഷ നടപ്പാക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചുമാറ്റിയ ശേഷം അവിടെ പുതപ്പോ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള തറയിൽ മുഖം താഴേക്കാക്കി കമിഴ്ത്തിക്കിടത്തും. തുടർന്ന് ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വെടിവെക്കും. വെടിവെക്കുന്നതിന് മുന്നേ തന്നെ പ്രതിയുടെ ഹൃദയം ഏതു ഭാഗത്താണ് എന്ന് ആരാച്ചാർക്ക് ഡോക്ടർമാർ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ആരാച്ചാർ വെടിയുതിർക്കുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായിട്ട് വിട്ടു നൽകും. ഇതാണ് യമനിലെ വധശിക്ഷ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഒരു നേരിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നതോടുകൂടി പലരും യമനിലെ വധശിക്ഷ ആ രീതികളെക്കുറിച്ച് സംശയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അതല്ലാതെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനെ കുറിച്ചല്ല എന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ നിമിഷപ്രിയ ചെയ്ത കുറ്റം എന്താണെന്ന് നോക്കാം. 2017 ജൂലൈ 25 യമൻ സ്വദേശി തലാൽ അബ്ദുൽ മഹദിയുടെ കൊലപാതകമാണ് നിമിഷപ്രിയയുടെ ജീവിതം മാറ്റിമറിച്ചത്. യമൻ പൗരനെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നായിരുന്നു കേസ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ. തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച ശേഷം 2012 ഭർത്താവിനൊപ്പം നിമിഷപ്രിയ യമനിൽ നേഴ്സായിട്ട് ജോലിക്കെത്തുന്നത്. യമനിലെത്തിയ ശേഷം തലാൽ അബ്ദുൽ മഹദിയുമായിട്ട് പരിചയത്തിലാവുകയും ഇരുവരും ചേർന്നുകൊണ്ട് പങ്കാളിത്തത്തോടുകൂടി ക്ലിനിക്ക് തുടങ്ങുകയുമായിരുന്നു. യമൻ എന്ന രാജ്യത്തെ അവിടുത്തെ പൗരന്മാരുടെ ഉത്തരവാദിത്വമില്ലാതെ സ്ഥാപനങ്ങളൊന്നും തുടങ്ങാനായിട്ട് അവിടെ നിയമമില്ല. ഇതിനാലാണ് തലാൽ അബ്ദുൽ മഹദിയുടെ സഹായം നിമിഷപ്രിയ തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും സമ്പാദ്യമെല്ലാം തന്നെ മഹദിക്ക് കൈമാറുകയും ചെയ്തു. ക്ലിനിക്കിനായിട്ട് കൂടുതൽ പണം ആവശ്യം വന്നതോടുകൂടി നിമിഷയും ഭർത്താവും നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് നിമിഷ മാത്രമായിരുന്നു യമനിലേക്ക് തിരിച്ചു പോയത്. തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം ഭാര്യയാണ് എന്ന് വിശ്വസിപ്പിച്ച് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഇതിനിടെ ഇരുവരും ചേർന്നുകൊണ്ട് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുകയും പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ചെയ്തതായിട്ട് നിമിഷപ്രിയയുടെ കുടുംബം പറയുന്നു. അധികൃതർക്ക് പരാതി നൽകിയതോടെ നിമിഷപ്രിയയെ തലാൽ മർദ്ദിക്കാൻ തുടങ്ങി. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞത്. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അവർ പറയുന്നു. അതേസമയം നിമിഷപ്രിയയെ കൂടാതെ വിദേശ ജയിലുകളിൽ വിചാരണ തടവുകാർ ഉൾപ്പെടെ 10,152 ഇന്ത്യൻ തടവുകാരുണ്ട്. ഇതിലാകട്ടെ 50ഓളം വരുന്ന ആളുകൾ വധശിക്ഷ കാത്ത് കഴിയുകയാണ്. UAE-യിലാകട്ടെ 25 ഇന്ത്യക്കാർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ 11 ഇന്ത്യക്കാർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാർക്ക് അപ്പീലുകൾ സമർപ്പിക്കൽ, ദയാഹർജികൾ തുടങ്ങിയ നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ തേടാൻ അവരെ സഹായിക്കുന്നതിനുൾപ്പെടെ ഇന്ത്യൻ എംബസിയും സർക്കാരുമൊക്കെ തന്നെ വിവിധ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിലും അത്തരം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനായിട്ട് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടതോടുകൂടി മരണത്തിലേക്ക് പോകാൻ മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായിട്ട് ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിമിഷപ്രിയ കഴിയുന്നത്.